നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വ്യക്തിത്വ വികസനത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേൾക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വ്യക്തിത്വ വികസനം, അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലൊരു വ്യക്തിത്വ വികസനത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം പേരൂർക്കട മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷീന ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രമല്ല, ചിന്താരീതികൾ, അവൻ്റെ ചുറ്റുമുള്ള സമൂഹവുമായി അവൻ ഇടപെടുന്ന രീതി ഒക്കെ അതിൻ്റെ ഒരു ആകെ തുകയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ വികാസം എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു വ്യക്തിക്ക് സ്വയം തന്നെക്കുറിച്ചുള്ള അറിവ്, തൻ്റെ ഗുണങ്ങളും തൻ്റെ ദോഷങ്ങളും, ഒപ്പം ഗുണത്തെ കൂടുതൽ പോഷിപ്പിക്കാനും ദോഷത്തെ കുറയ്ക്കാനുമുള്ള ആ ഒരു കാഴ്ചപ്പാട്, ഒപ്പം മറ്റൊരാളിലേക്ക് താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒപ്പം മറ്റൊരു വ്യക്തി തന്നെ കാണുന്ന കാഴ്ചപ്പാട്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലെങ്കിൽ ആകർഷണീയമായി വസ്ത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ പെരുമാറ്റം പോളിഷ്ഡ് ആക്കിയിട്ടോ കാര്യമില്ല. അപ്പോൾ വ്യക്തിത്വത്തിൽ സെൽഫ് അവെയർനെസ്സിനൊപ്പം എംപതി, മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനും സംവേദിക്കാനുമുള്ള ഒരു കഴിവ്, ഒപ്പം തൻ്റെയും മറ്റൊരാളുടെ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ, ഒപ്പം ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്നത്, അത് വളരെ ദോഷകരമായിട്ടും വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്കോ സമൂഹത്തിനോ ദോഷകരമായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ വ്യക്തിക്ക് പ്രതികരിക്കാം. അതിനു പകരം പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുകയും അതിനെ തരണം ചെയ്യാനുമുള്ള ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുകയും ചെയ്യാം. ഒപ്പം പുതിയ പുതിയ കണ്ടെത്തലുകൾ സ്വയവും ഒപ്പം മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഒരു ആകെ തുകയാണ് വ്യക്തിത്വം. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ജീവിത നിപുണതകൾ എന്ന് പറയും. അപ്പോൾ ജീവിത നിപുണതകളുമൊന്നും നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾക്ക് സ്വായത്തമായി ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ബയോളജിക്കലി നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബ പാരമ്പര്യം, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, ഇതിൽ നിന്നെല്ലാം കുറേയൊക്കെ ശീലങ്ങൾ വ്യക്തിത്വ വികാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടും. വളർന്നു വരുന്ന കുട്ടിക്കാലത്തും നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തു എന്നെല്ലാം വ്യക്തിത്വത്തിനെ ഒരു ഫോർമേഷന് സഹായിക്കും. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മകൻ ടീച്ചർ എന്ന് പറയുന്ന പോലെ ഒരു ഗുണ്ടയുടെ മകൻ ഗുണ്ട തന്നെ ആകണം എന്നൊന്നുമില്ല. അപ്പോൾ ബയോളജിക്കൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന ജീവിത സാഹചര്യത്തിന് അപ്പുറം റെസീലിയൻസ് എന്നൊരു ഫാക്ടറുമുണ്ട്. അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലാത്ത പോലെ ചില പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന രീതി തന്നെ ചിലപ്പോൾ വ്യക്തിയുടെ വികാസത്തിന് കാരണമാകാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ എങ്ങനെയാണ്, അവൻ വാശിക്കാരനാണോ, അവൻ വളരെ കെയറിങ് ആണോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഐഡിയ കുടുംബത്തിനുണ്ടാവും. പക്ഷേ കൂടുതലും വ്യക്തിത്വം അല്ലെങ്കിൽ അത് ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മിക്കവാറും കൗമാരപ്രായം കഴിയുമ്പോഴാണ്. ഒരു 13 വയസ്സ് തൊട്ട് 18 വയസ്സിലാണ് വ്യക്തിയെ പറ്റിയുള്ള കാഴ്ചപ്പാടും സമൂഹത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും രൂപീകരിക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ വ്യക്തിത്വത്തിലെ കോട്ടങ്ങളും കുറവുകളും നമ്മുടെ മരണം വരെ തന്നെ മാറ്റാനും അത് മോഡിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വികാസത്തിനും അത് ചെറുപ്പകാലമെന്നോ കൗമാരപ്രായമെന്നോ മുതിർന്ന ആളെന്നോ പ്രായാധിക്യം വന്നൊരു വ്യക്തിയെന്നോ എന്ന രീതിയിൽ അവസാനിക്കുന്നില്ല. ഏതൊരു നിമിഷവും എപ്പോഴും ഡൈനമിക് ആയിട്ടൊരു പ്രോസസ്സാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മൾ സ്വയം തിരിച്ചറിയുന്നത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സ്വയം തിരിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്? എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുമല്ലോ മനുഷ്യനാകുമ്പോൾ, അതെങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത്, വിലയിരുത്തേണ്ടത്? ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ കോട്ടങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ അതായത് കറുപ്പുമില്ല വെളുപ്പുമില്ല, കൂടുതലും ഗ്രേ ഏരിയയിൽ പെടുന്നവരാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരിക, പരിപോഷിപ്പിക്കുക, എങ്ങനെയാണ് സ്വന്തം കോട്ടങ്ങളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ ഒരു ശ്രമമോ അത് തന്നെയാണ് പലപ്പോഴും ഏറ്റവും വേണ്ടത്. കാരണം എല്ലാവരിലും ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ് ഒരുപോലെ ആകണമെന്നില്ല. അതായത് ഇൻട്രോസ്പെക്ഷൻ, ചിലർ അവർ ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ അത് മറ്റൊരാളെ ബാധിക്കുന്നോ എന്നോ സമൂഹത്തിന് ദോഷം വരുത്തുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ബാധിക്കുന്നു എന്നും വളരെ ശ്രദ്ധിക്കാത്ത വ്യക്തിത്വങ്ങളായിരിക്കും. അവരവരുടെ രീതിയിൽ അവരുടേതായ രീതിയിൽ അവർ പൂർണ്ണരായിരിക്കും. അവരെ സംബന്ധിച്ച് പുതുതായിട്ടൊന്നും അതിനകത്തൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളത് അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാകാത്തിടത്തോളം കാലം വേറൊരാൾക്ക്
അയാളിലെ കോട്ടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ സ്വയം ഉള്ളിലേക്ക് നോക്കാനും എന്നിൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടെന്നും ഇന്ന ഗുണങ്ങൾക്കൊപ്പം തന്നെ ഒരു മറുവശമായിട്ട് ഇന്ന ദോഷങ്ങളുമുണ്ടെന്നും ഈ ഗുണങ്ങളും ദോഷങ്ങളും ഒരുമിച്ചുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ആൾ എപ്പോഴും ഇത്തരം അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിന് എപ്പോഴും തയ്യാറായിരിക്കും. അയാൾ 15 വയസ്സിൽ അയാളുടെ വ്യക്തിത്വം എന്തായിരുന്നു അത് തന്നെ ആയിരിക്കണം എന്നില്ല 30 വയസ്സിൽ. അയാൾ അതിൽ നിന്നും വളരെ മുന്നോട്ട് പോകാം, വേണമെങ്കിൽ പിന്നിലേക്കും പോകാം. അതേപോലെ തന്നെ 45ഉം 60ഉം വയസ്സുള്ള വ്യക്തികളിൽ വരെ പലരും പറയാറ് ആ പ്രായത്തിൻ്റെതായ ഒരു വിസ്ഡം അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ പക്വത എന്നൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും ഈ വർഷങ്ങളുടെ അനുഭവം കൊണ്ടും അവർ ജീവിതത്തെ കണ്ട കണ്ണുകളിൽ കൂടിയും അവരുടെ കാഴ്ചപ്പാട് മാറുന്നതുമനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ പുറമേക്ക് നോക്കാനും മറ്റുള്ളവരുടെ അവസ്ഥയും മനസ്സിലാക്കാനൊരു പെരുമാറ്റം വരുള്ളൂ. ആ ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തിത്വം പൂർണ്ണമായി വികസിക്കൂ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സീനത്ത് എന്നാണ്. ഡോക്ടർ ഉണ്ട്, സീനത്ത്, ചോദിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയാൽ എന്തെങ്കിലും എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കൈയൊക്കെ ഭയങ്കര വിറയല് വരും. ഓക്കെ, സീനത്ത് പറഞ്ഞത് എനിക്കൊന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സാധാരണയായി കാണുന്നൊരു പ്രശ്നമാണ്. അതായത് സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് ആൻസൈറ്റി. പല കാഴ്ചപ്പാടിലുള്ളവർ പല രീതിയിലാണ് അത് കാണുന്നത്. ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവൻ്റെ പരീക്ഷാ പേടി അല്ലെങ്കിൽ അവനൊരു സെമിനാറിന് പ്രസൻറ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ അവനെ മറ്റു കുട്ടികളിൽ നിന്ന് പിന്നോട്ടോ മുന്നോട്ടോ ആക്കുന്ന ഒരു ക്രൈറ്റീരിയ. പക്ഷേ സീനത്ത് പറഞ്ഞ ഈ ഒരു വിഷയം ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല, അത് സമൂഹത്തിലെ പല ഏരിയകളിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വെറും സാധാരണ വീട്ടമ്മമാർക്ക് പോലും ഒരു ബില്ലടയ്ക്കാൻ പോലും അത് ചിലപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ, അതിനെ സംഘർഷം എന്ന് പറയും, ഉത്കണ്ഠ എന്ന് പറയും, മറ്റൊരാളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ആ സമയത്ത് വല്ലാത്ത ഒരു സംഘർഷം കാരണം ശരീരം വിറയ്ക്കുന്നതായിട്ടും കൈകാലുകൾ കുഴയുന്നതായിട്ടും വേർക്കുന്നതായിട്ടൊക്കെ തോന്നുന്ന കാരണം അത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യും. ഇത് ചിലപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാകാം. ആൻഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തിത്വത്തിനെ പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ആൾക്കാരുമായി സംവദിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വ്യക്തിത്വത്തിൽ തന്നെ ഭാഗമായിട്ട് വരും. ചിലരെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ പെരുമാറേണ്ടി വരുമ്പോഴുണ്ടായ എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ കൂടുതലായി പെരുപ്പിച്ച് ചിന്തിക്കുകയും തന്നെ മറ്റുള്ളവർ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നിലുള്ള കോട്ടങ്ങളെ മറ്റുള്ളവർ കാണുള്ളൂ, തൻ്റെ കുറവുകളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുള്ളൂ എന്നൊരു ചിന്താരീതി മനസ്സിലെടുക്കുകയും അത് കാരണം ശരീരം അമിതമായി ഇത്തരം രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും. അതിനെ പലപ്പോഴും സോഷ്യൽ ആൻസൈറ്റിയുടെ ലക്ഷണമായിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, പണ്ടുകാലത്ത് സോഷ്യൽ ഫോബിയ എന്നൊക്കെ പറയുന്ന ഡിസോർഡറിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താം. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അപ്പോൾ ഈ ഒരു പ്രശ്നം അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും കാതലായ വിഷയം. ചിലപ്പോൾ ചെറുപ്പത്തിലുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു സംഘർഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക. അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു രീതിയാണെങ്കിൽ, ചിന്തിക്കുന്ന കാഴ്ചപ്പാടിലാണ് പ്രശ്നമെങ്കിൽ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തുക. കോഗ്നിറ്റീവ് തെറാപ്പി, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നൊക്കെ പറയും. ഒപ്പം നമ്മുടെ പെരുമാറ്റത്തിലുമുണ്ട് പ്രശ്നങ്ങൾ. നമ്മൾ ചില സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. ആൾക്കാരുമായിട്ട് ഇടപഴകാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഉറച്ചു പറയേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കും. അപ്പം നമ്മുടെ റൈറ്റ്സ് തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടപെടൽ കാരണം നമ്മൾ പിന്നോട്ട് പോകേണ്ട അവസ്ഥ വരാം. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ ആൻസൈറ്റിയുടെ ഭാഗമാണ്. അപ്പം നമുക്ക് വേണ്ടത്, നമ്മൾ പറയേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ ഒരു സമയത്തും സന്ദർഭത്തിനും അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ബിഹേവിയറൽ തെറാപ്പിയുടെ ഭാഗമായിട്ട് ചെയ്യുക. അല്ലാതെ അവോയ്ഡൻസോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ബിഹേവിയേഴ്സ്, നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ നമ്മുടെ ജോലി ചെയ്യാനായി പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഒരു ബില്ലടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ മടിയാണെന്നായിരിക്കും ആൾക്കാർ എഴുതുക. പക്ഷെ പലപ്പോഴും ഇങ്ങനെ പെരുമാറാനുള്ള ഭയമാണ് പലപ്പോഴും ഇത്തരം ആൾക്കാരെ അവരുടെ കഴിവിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ജോലിയും അവരുടെ കഴിവുകളെക്കാളും കുറവായിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കും അവർ ജോലി പോലും ഇടുക. അപ്പോൾ ഈ ഒരു മാനേജർ ആകാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ മാനേജറാകുമ്പോൾ കൂടുതൽ ആളുകളായിട്ട് ഇടപഴകേണ്ടി വരും, അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനെല്ലാം ഒരു സോഷ്യൽ ആൻസൈറ്റി കാരണം ബുദ്ധിമുട്ടുമ്പോൾ അവർ അതിനേക്കാളും കുറഞ്ഞ ഒരു ജോലിയിലേക്ക് മാറി നിൽക്കാനായിരിക്കും താല്പര്യപ്പെടുക. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറുടെ ചോദിച്ചോളൂ. പറഞ്ഞോളൂ മിനി. ഡോക്ടർ, ഞാൻ കുടുംബശ്രീയുമായിട്ടും പാർട്ടിപരമായിട്ടും ഒക്കെ സമൂഹത്തിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലായ്പ്പോഴും കുറെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധമുണ്ട് എനിക്ക്.
നമ്മളൊരു 10 പേരോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്തും അതിലൊരു 4 പേരെങ്കിലും നമുക്കെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലൊരു ഇതായിട്ടോ ആണ് സംസാരിക്കാറ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് പോയാലും നമുക്കൊരു അപമാനിക്കുന്ന രീതിയിലൊരു ഒരു ഇതുണ്ടാവുന്നുണ്ട് ആൾക്കാർക്കിടയിൽ നിന്ന്. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന. ശരി, സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്ന ഏതൊരു വ്യക്തിയും, അതൊരു ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയായിക്കോട്ടെ, പലപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. എപ്പോഴും സ്വന്തം തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്ര നന്നായി എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സാമൂഹിക പ്രവർത്തനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കാഴ്ചപ്പാടിനെ എല്ലാവരും നമ്മൾ കാണുന്ന പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തോളണമില്ല എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഏതൊരു സാഹചര്യത്തിലും അതിൻ്റേതായ ശരിയെന്ന രീതിയിലും തെറ്റെന്ന രീതിയിലും കാണാനുള്ള ഒരു കഴിവ് സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തിടപഴകുന്ന ആൾക്കാർ 10 പേരിൽ 4 പേര് ചിലപ്പോൾ നമ്മളെ എതിർത്തെന്നിരിക്കും, 6 പേര് നമ്മളോട് കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിച്ചെന്നിരിക്കും. പലപ്പോഴും ഈ പ്രതിപക്ഷം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തന ശൈലി കൂടുതൽ മികവുറ്റതാകുന്നത്. നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാലും മനസ്സിലാവും, പ്രതിപക്ഷം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എതിർപ്പിൻ്റെ സ്വരം വരുന്നതുകൊണ്ടും വേറിട്ട അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റുകൾ ചെയ്യാതെയും കറക്റ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്താനും കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുമുള്ള ഒരു ഊർജം പലപ്പോഴും കിട്ടുക. അപ്പോൾ ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ ക്രിറ്റിസിസവും ഈ പറയുന്ന എതിർപ്പുകളെയും അതിജീവിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ പലപ്പോഴും അധികാരവും ഈ പറയുന്ന എതിർപ്പുമായി വളരെ ചേർന്ന് പോകുന്നു. അധികാര സ്ഥാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ തരം എതിർപ്പുകളെ അതിജീവിക്കാനും അവർക്ക് അതിൻ്റേതായ ഒരു കഴിവും റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു അതിജീവന രീതിയും കൂടെ ഉണ്ടാവും. പക്ഷേ ആരെയും പിണക്കാൻ പാടില്ല, എല്ലാവരും എന്നെ സപ്പോർട്ട്, ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ ഒരു സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു രീതിയിൽ തിരിച്ചിങ്ങോട്ട് കിട്ടണം എന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം എതിർപ്പാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ശരി എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ ഒരു രീതി സ്വീകരിക്കാം. പിന്നെ എതിർപ്പുകൾ, അത് എന്തുകൊണ്ടാണ് ആ എതിർപ്പുകൾ വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. അല്ലാത്ത എതിർപ്പുകൾ കണ്ണടച്ച് ഒഴിവാക്കുക. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ചെറിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വ്യക്തിത്വ വികസനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, പോസിറ്റീവ് തിങ്കിങ് ഇതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. എങ്ങനെ നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് രീതി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? ഓക്കെ, ഒരു സൈക്കാട്രിസ്റ്റ് എന്ന രീതിയിൽ പലപ്പോഴും മാനസിക രോഗം അല്ലെങ്കിൽ അതിൻ്റെ രോഗാവസ്ഥകളാണ് കൂടുതലും ചർച്ച. പക്ഷേ പലപ്പോഴും മനസ്സിൻ്റെ ഒരു പോസിറ്റീവ് ഏരിയയെ പറ്റി പലപ്പോഴും ചർച്ചകളിൽ വരാറില്ല. അപ്പോൾ ചോദ്യം വളരെ കാതലാണ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്ന രീതിയാണ്. അത് പല ആംഗിളുകളുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആത്മവിശ്വാസം, ബോഡി ലാംഗ്വേജ്, നമ്മൾ സംവേദിക്കുന്ന രീതിയെല്ലാം അതിനകത്ത് വരുന്നു. അപ്പോൾ ഏതൊരു പ്രശ്നത്തിനെയും ഏറ്റവും നെഗറ്റീവായിട്ടും വ്യക്തി ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മളെ കണ്ടിട്ട് ചിരിക്കാതെ പോയി, അപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് എന്തോ എതിർപ്പുള്ളോ അല്ലെങ്കിൽ വെറുപ്പുള്ളത് കൊണ്ടാണ് നോക്കാത്തത് എന്ന് വേണമെങ്കിലും ചിന്തിക്കാം. ആ വ്യക്തി എന്തോ ആലോചിച്ച് പോവുകയാണെന്ന് ചിന്തിക്കാം. ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം രീതിയിൽ തൻ്റെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ശ്രദ്ധയൂന്നിയും പോകാം. അപ്പോൾ ചിന്താ രീതികൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. എപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ എവിഡൻസ്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ചിന്താരീതിക്ക് എന്താണ് എവിഡൻസ്? അത് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ചിന്തയാണ് നമ്മുടെ വിഷമത്തിനും ദേഷ്യത്തിനും വെറുപ്പിനും ഒക്കെ പിന്നിലുള്ള ആധാരം. ആ ചിന്തയെ മാറ്റാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് നോക്കാൻ കഴിവുള്ളവർ തൻ്റെ ചിന്തയിലാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുവാണെങ്കിൽ ആ ചിന്തയെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഈ പോസിറ്റീവ് തിങ്കിൻ്റെ ഏറ്റവും ബേസിസ്. ഇനി ചില പ്രത്യേക ചിന്താ രീതികളിലാണ് പ്രോബ്ലം എങ്കിൽ അതുമാത്രം അഡ്രസ്സ് ചെയ്താൽ മതി. എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് മൂഡിൽ ഇരിക്കണം എന്നുള്ളത് ഒരു നോർമൽ സംഭവമല്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏരിയ, ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതിലൊക്കെ അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ വിറച്ചു പോകും എന്ന് പറയുന്ന ചിന്തയിൽ അതിനെന്താണ് എവിഡൻസ്? അങ്ങനെ കൂടുതലായി ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിഷയത്തിലോട്ട് വരാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ മുന്നേ പ്രിപ്പയർ ചെയ്യുക.
എന്ത് സാഹചര്യത്തിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമെങ്കിൽ അതിനെ നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പകുതി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ പകുതി ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ മാറിക്കിട്ടി. അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, ഗീവ് ഇറ്റ് എ ബെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരഭാഷ, നമ്മൾ സംവേദന രീതി, അതെല്ലാം അതിൻ്റെ ഭാഗമായി വേണമെങ്കിൽ മുന്നേ തന്നെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ ശരീരഭാഷയിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ് ഒരു വ്യക്തിയിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് വളരെയധികം നന്നായിട്ട് മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഇത് സജീറാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞോളൂ. എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന രോഗമുണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത്? സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവർ സാധാരണ മറ്റു ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, ഉറച്ച് സംസാരിക്കേണ്ട, മറ്റുള്ളവരുമായി ചേർന്ന് നിന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോടോ സ്ത്രീക്ക് പുരുഷനോടോ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുക. ഒപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വെപ്രാളമോ കൈകാലം ഈ നേരത്തെ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക എന്നുള്ള. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഏറ്റവും നല്ലൊരു രീതി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ്, നമ്മളെപ്പറ്റി മോശമായിട്ടായിരിക്കും മറ്റേ വ്യക്തി കാണുക, അല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിക്കലി ജഡ്ജ് ചെയ്യും എന്നുള്ള ചിന്തയാണ് ഇവിടുത്തെ പ്രശ്നം. ആ ചിന്തയെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് അല്ലെങ്കിൽ തെറാപ്പിയുടെ ആധാരം. ഒപ്പം ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ചിലപ്പോഴെങ്കിലും മരുന്നുകൾ, SSRI ഗ്രൂപ്പിൽപ്പെടുന്ന മരുന്നുകൾ, ഒപ്പം ഭയങ്കരമായ വെപ്രാളം ശരീരം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിനെ നേരിടാനുള്ള ഒരു ഷോർട്ട് ടേം തെറാപ്പി, ഇതെല്ലാം മരുന്ന് ചികിത്സയിൽ തന്നെയുണ്ട്. പക്ഷേ നീണ്ട കാലത്തേക്ക് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അധികം ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ചികിത്സയും. പക്ഷേ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, റിലാക്സേഷൻ, അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഡോക്ടർ, സൈക്കാട്രിസ്റ്റിനെ കണ്ട് എടുക്കാവുന്നതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ ശരീരഭാഷ ഇതിൽ പ്രധാനമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണത് ശരീരഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ പലർക്കും സംശയമാണ്, കണ്ണിൽ നോക്കണോ, മുഖത്ത് നോക്കണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കണം. അപ്പം നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് നൽകുന്ന പ്രാധാന്യം അവരുടെ ശരീരഭാഷയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് എന്താ പറയുക, അവജ്ഞയാണെങ്കിലും ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എല്ലാം മറ്റൊരു വ്യക്തിക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാനും കഴിയും. ഒപ്പം നമ്മുടെ ഷേക്ക് ഹാൻഡ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നും തന്നെ അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റായ മെസ്സേജുകളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ശരീരം തെറ്റായ മെസ്സേജുകൾ കൺവേ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികമാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുക, ഇപ്പോൾ ഒരു കുടുംബിനിയായ ഒരു സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധം, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിനകത്തെല്ലാം അവരുടെ ടോൺ, അവരുടെ സംസാരത്തിലുള്ള രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലും ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ. പക്ഷേ അവിടെ ഒരു അസേർട്ടീവ്നെസ്സിനൊക്കെ ഒരു വലിയൊരു പങ്കില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായിട്ട് ഒത്തിരി സ്റ്റാഫിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരെ എല്ലാം കൺട്രോൾ ചെയ്യേണ്ടി വരുന്ന ഒരു അധികാര പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരുടെ ബോഡി ലാംഗ്വേജ് പലപ്പോഴും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലീഡർഷിപ്പ് റോളിലും പ്രാധാന്യം അർഹിക്കുന്നു. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷീനയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.